CPIM-ന്റെ സമുന്നതനായ പദവിയിലേക്ക് എത്തിയാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. CPIM-ന്റെ ജനറൽ സെക്രട്ടറി. വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിലാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത്. വിജിൻ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. വിജിൻ, രാഷ്ട്രീയ കേരളം വിട നൽകുകയാണ് സീതാറാം യെച്ചൂരിക്ക്. ആ ഓർമ്മകൾക്ക് മുന്നിൽ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ എല്ലാ ആദരവോടെയും സ്നേഹത്തോടെയും കേരളം ഏറ്റവും ബഹുമാനത്തോടെ നിൽക്കുകയാണ്. എന്തായാലും അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിൽ യെച്ചൂരിയുടെ വിയോഗം മലയാളികൾ അറിയുന്നത്. ഇന്നലെ ഏകദേശം 3:05 കൂടിയാണ് എയിംസിൽ യെച്ചൂരി മരണമടഞ്ഞ വിവരം മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിഞ്ഞത്. വലിയ ദുഃഖമായിരുന്നു. കുറേ ആളുകൾ, മലയാളികൾ തന്നെ ഇക്കാര്യം 10-25ഓളം ദിവസമായി ആശുപത്രിയിലായതുകൊണ്ട് തന്നെ നേരത്തെ അറിഞ്ഞിരുന്നു. പക്ഷേ ഇങ്ങനെ നമ്മെ വിട്ട് പിരിഞ്ഞു പോകും എന്നുള്ള കാര്യം ഒന്നും അവരാരും അറിഞ്ഞിരുന്നില്ല. എന്തായാലും LDF-നെയും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപരമായ ഒരു രണ്ടാം ഭരണമുണ്ടാകുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് കേരളത്തിലെ നേതാക്കൾക്കൊപ്പം യെച്ചൂരി തന്നെയാണ്. യെച്ചൂരി കേരളത്തിലെ ഒരു നേതാവായി തന്നെയായിരുന്നു കേരളത്തിൽ വരുന്ന ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. മലയാളം പറയാൻ അറിയില്ലെങ്കിലും മലയാളികളിൽ ഒരു ആളായി, മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായി, അവരുടെ ഒരു രാഷ്ട്രീയ ഒരു നേതാവായി ഒക്കെ ഉയർന്നു വരികയായിരുന്നു യെച്ചൂരി. പണ്ട് കാലങ്ങളിൽ PB അംഗമായത് അതിനും ഒക്കെ മുമ്പ് തന്നെ SFIയിലുള്ള കാലഘട്ടങ്ങളിൽ ഒക്കെ യെച്ചൂരി എന്ന കരുത്തനായ നേതാവിനെ മലയാളികൾ അറിഞ്ഞതാണ് ഇന്ത്യക്കൊപ്പം. അതുകൊണ്ട് തന്നെ അവർക്ക് യെച്ചൂരി വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഒപ്പം തന്നെ ചേർത്താണ് മലയാളികൾ യെച്ചൂരിയെയും വെച്ചിരുന്നത്. യെച്ചൂരിയെ മനസ്സിൽ അത്തരത്തിലുള്ളൊരു പ്രതിഷ്ഠയായി യെച്ചൂരി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഒപ്പം തന്നെ ഇംഗ്ലീഷിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉൾപ്പെടെ മലയാളികൾക്ക് എളുപ്പം സ്വീകാര്യമാകുന്ന രീതിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും മലയാളം കേട്ടതുപോലെ തന്നെ മലയാളികൾ കേട്ടുകൊണ്ടിരുന്നു. ഓരോ പൊതുയോഗങ്ങളിലും പരിപാടികളിലും ഒക്കെ അദ്ദേഹം വരുമ്പോൾ അങ്ങനെയാണ് ആളുകൾ ആ യോഗങ്ങളിൽ നിറഞ്ഞ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട നേതാവ് മരണമടഞ്ഞു. അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് വിയോഗം ഉണ്ടായി എന്നുള്ള അതേ മാനസികാവസ്ഥയിൽ തന്നെയാണ് നിലവിൽ മലയാളികൾ ഓരോരുത്തരുമുള്ളത്. AKG സെൻറ്ററിൽ ഇപ്പോൾ നമുക്ക് അത് കാണാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഈ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞ ഉടൻ AKG സെൻറ്ററിന് മുമ്പിലെ പാർട്ടി പതാക താഴ്ത്തി കറുത്ത കൊടി ഉയർത്തുകയായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ അങ്ങോളമുള്ള പാർട്ടി ഓഫീസുകളിലും ബ്രാഞ്ച് മുതൽ ഇങ്ങേയറ്റത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ വരെയുള്ള സ്ഥലങ്ങളിലെല്ലാം അത്തരത്തിൽ ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കിട്ടുകയും കറുത്ത പതാക ഉയർത്തുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഓരോ കേന്ദ്രങ്ങളിലും അനുശോചന യോഗങ്ങളും മൗന പ്രകടനങ്ങളും ഒക്കെ നടക്കുകയും ചെയ്തു. അങ്ങനെ യെച്ചൂരിയോടുള്ള ഒരു സ്നേഹം, അദ്ദേഹത്തോടുള്ള അനുശോചനം പാർട്ടിയും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളും ഇങ്ങനെ അറിയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി എന്തായാലും മറ്റ് സംസ്കാര ചടങ്ങുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് ഇവിടെ നിന്നുള്ള ഇന്നലെയാണ് ഗോവിന്ദൻ മാസ്റ്റർ ഈ യെച്ചൂരിയെ കണ്ട ശേഷം തിരിച്ചെത്തിയത്. ഗോവിന്ദൻ മാസ്റ്റർ തന്നെ നമ്മളോട് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തെ PB അംഗം അതുപോലെ തന്നെ CPM-ന്റെ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ അവസാനമായി യെച്ചൂരിയെ കാണാൻ എയിംസ് അധികൃതർ ഗോവിന്ദൻ മാസ്റ്ററെ അനുവദിച്ചിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് അദ്ദേഹം വിട പറയുമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ കരുതിയിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ കേരളത്തിലേക്ക് തിരിച്ചത്. പക്ഷേ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് 3 മണിയോടുകൂടി യെച്ചൂരിയുടെ വിയോഗ ഉണ്ടാകുന്നത്. കേരളത്തിലെത്തിയപ്പോഴാണ് അദ്ദേഹം മരണവിവരം അറിയുകയും ചെയ്യുന്നത്. അങ്ങനെ അപ്രതീക്ഷിതമായിരുന്നു യെച്ചൂരിയുടെ വിയോഗം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒരുപാട് ദിവസമായി ആശുപത്രിയിൽ എയിംസിൽ ചികിത്സയിലായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു മരണമുണ്ടാകും എന്ന കാര്യം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നിരയുടെ നേതൃത്വമായി യെച്ചൂരി കഴിഞ്ഞ കാലങ്ങളിൽ മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഫാസിസത്തിനെതിരായ പോരാട്ടം, പ്രത്യേകിച്ച് BJP മോദി സർക്കാരിനെതിരായ പോരാട്ടത്തെ നയിച്ച ഒരാൾ എന്നുള്ള നിലയിൽ തന്നെയാണ് രാജ്യമാകെ യെച്ചൂരിയെ കാണുന്നത്. അതേ വികാരം തന്നെയാണ് കേരളത്തിൽ ഉള്ളവർക്കും ഉള്ളത്. പ്രതിപക്ഷ നിരയെ ഒരുപക്ഷെ ഇനിയൊരു തിരിച്ചുവരവോ ഒരു പ്രതിരോധമോ BJPക്കെതിരെ തീർക്കാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന എടുത്തെന്നാണ് യെച്ചൂരി. അങ്ങനെയല്ല, ഒരു ഒന്നായുള്ള ഒരു കൂട്ടായ പരിശ്രമം BJPയെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ള ഉറപ്പ് അവരെ ഓരോരുത്തരെയും, നേതാക്കളെ വിഘടിച്ച് നിന്ന നേതാക്കളെ ഉൾപ്പെടെ കണ്ട് അവരെ കൂട്ടിയോജിപ്പിച്ച് അവർ ഒരു ഇന്ത്യ മുന്നണിയായി മാറാനൊക്കെ കഴിഞ്ഞതും BJPക്ക് ശക്തമായ പ്രതിരോധം തീർക്കാനും ഒക്കെ കഴിഞ്ഞത് യെച്ചൂരി എന്നുള്ള നേതാവിൻ്റെ വലിയ പ്രാഗൽഭ്യം കൊണ്ട് തന്നെയാണ്. ഒപ്പം തന്നെ ഈ BJP സർക്കാർ നടപ്പിലാക്കുന്ന ഓരോ നയങ്ങൾക്കും
രാജ്യവിരുദ്ധ നയങ്ങൾക്ക് ജനവിരുദ്ധ നയങ്ങൾക്ക് ഒക്കെ എതിരായി നേരിട്ട് സമര രംഗത്ത് ഇറങ്ങുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവിനേക്ക് ഇന്ത്യ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും കണ്ടിട്ടില്ല. രാഷ്ട്രീയം വീക്ഷിക്കുന്ന മലയാളികൾ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, ദില്ലിയിൽ നടന്ന പല സമരങ്ങളിലും യെച്ചൂരി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പോലീസ് വലിച്ചിഴച്ച് അദ്ദേഹത്തെ പോലീസ് വാഹനങ്ങളിലേക്ക് കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ച. പക്ഷേ അവിടെ നിന്നൊന്നും പതറാതെ ആണ് യെച്ചൂരി ആ ഫാസിസത്തിനെതിരായ പോരാട്ടം, വർഗീയതയ്ക്കെതിരായ പോരാട്ടം, ഒപ്പം തന്നെ രാജ്യത്ത് BJP സർക്കാർ നടപ്പിലാക്കുന്ന നയങ്ങൾക്കെതിരായ ശക്തമായ പോരാട്ടം ഒക്കെ തുടർന്നു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ അദ്ദേഹത്തെ ഇത്രമാത്രം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞ് ഇത് മുതൽ വലിയ ദുഃഖത്തിൽ തന്നെയാണ് കേരളമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങളിൽ ഒക്കെ ഒരു ദിവസം പൂർണ്ണമായും അതിനായി മാറ്റിവെക്കുകയും യെച്ചൂരിയുടെ വിയോഗം അത്രമാത്രം ചർച്ചയാകുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടാവുകയും ചെയ്തത്. മലയാളികൾക്ക് കേരളത്തിൽ എത്തിയാൽ മലയാളികൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായിരുന്നു. പാർലമെൻറ്റിലെ പല പ്രസംഗങ്ങളും മലയാളികൾ ഇപ്പോഴും ഓർത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. രാജ്യത്തെ വർഗീയത തീവ്രമായ ഘട്ടത്തിലും അദ്ദേഹം മതേതരത്വത്തിൻ്റെ അനിവാര്യത അറിയിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ ആയിരുന്നു എപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷേ ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തത്വശാസ്ത്രങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴും ആ നിലപാടുകളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത CPIM ജനറൽ സെക്രട്ടറിയായി CPIMനെ നയിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഏറ്റവും അടുത്തിട്ടുള്ള ജനങ്ങളുമായി അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു ഇടപെടൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ EMSനെയും മറ്റ് നേതാക്കളെയും AKജിയെയും ഒക്കെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവായി അദ്ദേഹത്തിന് വളർന്നു വരാൻ കഴിഞ്ഞതും ഹർകിഷൻസും സുർജിത്തിൻ്റെയും EMSൻ്റെയും ഒക്കെ ശിക്ഷണത്തിൽ അവർ നയിച്ച പാതയിലൂടെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഓരോ ഘട്ടത്തിലെയും CPIMൻ്റെ ഓരോ നേതൃസ്ഥാനങ്ങൾ ഏറ്റെടുക്കുമ്പോഴും SFI രംഗത്തുണ്ടാകുമ്പോഴും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ വളരെ കണിശക്കാരനായ ഒരു വർഗീയ വിരുദ്ധ നിലപാട്, രാജ്യവിരുദ്ധ നിലപാട് ഒക്കെ സ്വീകരിക്കുന്ന ഘട്ടത്തിലും അതിനെതിരായി വലിയ തരത്തിലുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചതും അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ തീർച്ചയായും സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന നേതാവിനെ രാജ്യത്തെ ഏറ്റവും പ്രസക്തനാക്കിയതും ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു നേതൃപദവി കൂടിയായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ സ്ഥാനം. ആ രീതിയിലാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം അടയാളപ്പെടുത്തുക. കാരണം രാജ്യം അത്രമാത്രം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് രാജ്യത്തിൻ്റെ ഫെഡറൽ മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു, ഭരണഘടനാ തത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു. അത്തരമൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് യെച്ചൂരിയുടെ മരണം സംഭവിച്ചത് എന്നത് ഏറെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. യെച്ചൂരിക്ക് ശേഷം അതുപോലൊരു നേതാവിനെ ഇനി നമുക്ക് കാണാൻ കഴിയുമോ എന്ന ചോദ്യം ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗം ചോദിക്കുന്നുണ്ട്. ഏതായാലും യെച്ചൂരിക്ക് തുല്യം യെച്ചൂരി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത്രമാത്രം പ്രിയപ്പെട്ട സഖാവായിരുന്നു യെച്ചൂരി ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന്.